ഹായ്, ഇന്നൊരു ഇലയട ഉണ്ടാക്കിയ കഥ കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഇവിടെയുള്ള ചേച്ചിമാർ നടക്കാൻ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു അവിടെ ഒരു വാഴ വീണ് കിടക്കുന്ന നിറയെ നല്ല വാഴയില ഉണ്ടെന്ന്. എന്നാൽ പിന്നെ ഞങ്ങൾ വൈകുന്നേരം സൈക്ലിങ്ങിന് പോകും കേട്ടോ. എക്സസൈസിൻ്റെ ഭാഗമായിട്ട് സൈക്ലിങ്ങിന് പോവും. എന്നിട്ട് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു ചാൻസാണ് ഈ ഇല ഇങ്ങനെ കിട്ടുന്നത്. അന്നേരം അവിടുന്ന് ആ വാഴയില മൊത്തം എടുക്കാമെന്ന് കരുതിയിട്ട് എടുക്കുന്ന വീഡിയോ ആദ്യം കാണുന്നത്. എന്തായാലും വാഴയിലൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നന്നായി നനച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം തേങ്ങ എടുത്തു. ഒരു മീഡിയം സൈസ് തേങ്ങ എടുത്തേക്കുന്നത്. അത് മതിയായിരുന്നു, കാരണം ഞങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ ഇഡലിക്കുട്ടും എടുത്തിട്ടുണ്ട് ഇലയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട്. അതിൽ നിറയെ വെള്ളം ഒഴിച്ച് അതിനകത്ത് ആവി കയറ്റാനായിട്ട് ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ ചെറിയ തട്ടെടുത്ത് വെച്ചിട്ട് അടുപ്പിൽ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഉണ്ട ശർക്കര കിട്ടുന്നത് നല്ല കറുത്ത ശർക്കരയല്ല, അല്ലെങ്കിൽ കട്ട കളറുള്ളതല്ല, ഇങ്ങനെ പ്ലെയിൻ കളറുള്ള ഒരു തേനിൻ്റെ ഒരു പശപ്പൊക്കെ നമുക്കത് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കൈ വരും. ഈ ടൈപ്പ് ശർക്കര കേട്ടോ നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്തായാലും ശർക്കരയൊക്കെ എടുത്ത് നമ്മൾ ചീവി വെച്ചിട്ടുണ്ട്. ഇലയപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണല്ലോ. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അമ്മ വീട്ടിൽ എപ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴും ഞങ്ങളുടെ അച്ഛൻ്റെ ഫേവറേറ്റ് പലഹാരം കേട്ടോ ഈ ഇലയപ്പം, കുഴക്കട്ട, ഇതൊക്കെ. അതായത് ചക്കയപ്പം, വയനയിലപ്പം എപ്പോഴും ഉണ്ടാക്കും. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ തേങ്ങയാണെങ്കിൽ മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുക്കുക കേട്ടോ. ചീവിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഇലയെടുത്തിട്ട് അതിനകത്ത് അറിയാമല്ലോ നമ്മൾ മാവ് കുഴയ്ക്കുമ്പം, അതായത് ചപ്പാത്തിയുടെ അല്ല ദോശയുടെ അല്ലാത്ത രീതിയിൽ നന്നായി നമുക്കിങ്ങനെ പരത്താൻ പറ്റാവുന്ന രീതിയിൽ നന്നായി നനച്ചെടുത്ത് മാവിനകത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായി നനച്ചെടുത്തിട്ട് ഇങ്ങനെ ഇലയിൽ നമ്മൾ ഇങ്ങനെ വെക്കും. നന്നായി തിന്നായിട്ട് പരത്തി വെക്കും, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. ഞാൻ ആ ഇല മടക്കിയപ്പോൾ ഇടയ്ക്കൊന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ, കാരണം ഇലയ്ക്ക് നീളം ഉണ്ടായിരുന്നു, വലിയ ഇലയായിരുന്നു. അന്നേരം പിന്നെ ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ വെച്ചു. ബാക്കി കീറി ചെറിയ ചെറിയ പീസായിട്ട് കിട്ടിയതിലെല്ലാം ചെറുതായിട്ട് വെച്ചു. ഇവിടെ ഞങ്ങൾക്ക് ഇലയടയെന്ന് പറഞ്ഞപ്പോഴേ വായിക്കൂടെ വെള്ളം ഊറുമായിരുന്നു, കാരണം വല്ലപ്പോഴും ഒക്കെ നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റത്തുള്ളൂ, ഇലയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ പോയി എടുത്തുകൊണ്ടും വരും കേട്ടോ, കാരണം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആഹാരം ആയതുകൊണ്ട് അങ്ങനെ വിട്ട് കളയാനൊന്നും വയ്യാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഇലയുടെ കിട്ടി. ഒരു 10-11 ഇലയപ്പത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും കിട്ടി. പിന്നെ ഞാൻ കഴിക്കുന്നതിൽ ശർക്കരയും തേങ്ങയും ഇച്ചിരി കുറച്ച് വെച്ചു, കാരണം എനിക്കങ്ങനെ മധുരം കഴിച്ചുകൂടാ. അതുകൊണ്ട് എൻ്റെ ഇലയപ്പത്തിനകത്ത് അത് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി അടുപ്പിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴായിട്ട് ഇലയുടെയൊക്കെ റെഡിയായി. ഞങ്ങൾ ഇലയുടെയെന്നല്ല പറയുന്നത്, ഇലയപ്പം എന്നാണ് പറയുന്നത്. ഇലയപ്പം സെറ്റായി കിട്ടി. മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നേരത്തെ കഴിക്കത്തില്ലായിരുന്നു, അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇല. പിന്നെ ഞങ്ങൾ വൈകിട്ടൊരു ചായയും കൂടെ ഇട്ട ശേഷം ഞങ്ങളുടെ ഇലയപ്പമൊക്കെ കഴിച്ചു. ഞാൻ ചെറിയ ഇല വന്നതിൽ ചെറുതായിട്ട് പരത്തി വെച്ചുണ്ടാക്കി കേട്ടോ ബാക്കി വന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.